നമസ്കാരം, അനുഗ്രഹാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിത്ത് എങ്ങനെ എളുപ്പത്തിൽ മുളപ്പിക്കാം എന്നതിനെക്കുറിച്ചും പിന്നെ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്നതിനെ കുറിച്ചുമാണ്. ആദ്യം നമുക്ക് വിത്ത് മുളപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് അരമണിക്കൂർ സ്യൂഡോമോണസ് ലൈനിൽ കുതിർത്ത വെണ്ടയുടെയും പയറിന്റെയും വിത്താണ്. ഈ വിത്തുകൾ ഒരു ടിഷ്യൂ പേപ്പറിൽ വച്ച ശേഷം നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുക. അടുത്ത ദിവസം തന്നെ മുള വന്നു തുടങ്ങും. ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞാണ് എടുത്തത്. അപ്പോഴേക്കും നന്നായി മുള വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്രയും ദിവസം വയ്ക്കേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നായി ഗ്രോ ബാഗിലോ ചട്ടിയിലോ നടാം. ഇത് ഇതേ രീതിയിൽ മുളപ്പിച്ച വെണ്ടയുടെ തൈയാണ്. 2 പ്രായം ആകുന്നത് വരെയും തണലത്ത് തന്നെ വയ്ക്കണം. അതിനുശേഷം മാത്രമേ വെയിലത്ത് വയ്ക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണാണ്. ഇതിൽ ഒരു 60 ഗ്രാം നല്ല പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കുക. കുമ്മായം ചേർക്കുമ്പോൾ മണ്ണിന് ആവശ്യത്തിനുള്ള നനവ് ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യമേ നനയ്ക്കാൻ വിട്ടുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ നനച്ചിട്ട് വേണം കുമ്മായം ചേർത്ത് കൊടുക്കാൻ. പതിനഞ്ച് ദിവസം നേർത്ത നന കൊടുക്കണം. പുളിരസം കളയാനുള്ള പ്രോസസ് അവിടെ നടക്കണം. അതിനു വേണ്ടിയാണ് ഈ സമയം. ഇനി ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള ജൈവ വളങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചാണകപ്പൊടി 100 ഗ്രാം, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക് 75 ഗ്രാം, നല്ല എല്ലുപൊടി കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് ഒരു 75 ഗ്രാം എടുക്കുക. ചകിരിച്ചോറും മണ്ണും 2:1 എന്ന റേഷ്യോയിൽ എടുക്കുക. 2 ഭാഗം മണ്ണെടുത്താൽ 1 ഭാഗം ചകിരിച്ചോറ്. ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത്. വേപ്പിൻ പിണ്ണാക്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റാനും വേപ്പിൻ പിണ്ണാക്ക് വളരെ നല്ലതാണ്. ഇനി ഇതിൽ ഞങ്ങൾ 2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാം, വെസിക്കുലാർ ഓർബസ്കുലാർ മൈക്രോറൈസ എന്നാണ് ഇതിന് പറയുന്നത്. ശക്തമായ വേരുപടലങ്ങൾ ചെടിക്ക് ലഭിക്കുന്നതിന് ഇത് സഹായിക്കും. വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് വാമിന്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എപ്സം സാൾട്ട് ആണ്. ഇത് ഒരു 15 ഗ്രാം മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഗ്നീഷ്യം ഹരിതകത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. കൂടാതെ എൻസൈംസിന്റെ പ്രവർത്തനങ്ങൾക്കും മഗ്നീഷ്യം അത്യാവശ്യമാണ്. ഇനി കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക.
ഇനി ഈ മണ്ണ് നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കാം. ആദ്യം ഗ്രോ ബാഗിന്റെ അരികൊക്കെ നന്നായി മടക്കി വയ്ക്കുക. എന്നിട്ട് അതിന്റെ കാൽഭാഗം കരിയില ഇട്ട് കൊടുക്കുക. ഇത് ആര്യവേപ്പിന്റെ ഇലയാണ്. ആര്യവേപ്പിന്റെ ഇല ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ വളരെ നല്ലതാണ്. ആര്യവേപ്പിന്റെ ഇല കീടങ്ങളെ അകറ്റാൻ വളരെ നല്ലതാണ്. പെട്ടെന്ന് അഴുകുന്ന എന്ത് ഇലയും നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കും. വളരെ കട്ടിയുള്ള ഇലകൾ അഴുകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഗ്രോ ബാഗിന്റെ 60% മാത്രമേ നിറയ്ക്കാവൂ. കാരണം ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി ബാക്കി സ്പേസ് ഇടുക. ഇനി ഒന്ന് നനച്ചു കൊടുക്കുക. ഈ പേപ്പർ കപ്പിൽ മുളപ്പിച്ചു വെച്ചിരിക്കുന്ന തൈ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നടാം. ഒന്നുകിൽ ഇതിന്റെ അടിഭാഗം കട്ട് ചെയ്ത് അതുപോലെ തന്നെ മണ്ണിൽ ഇറക്കി വയ്ക്കാം. അല്ലെങ്കിൽ നനവ് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കമഴ്ത്തിയാൽ തൈ താനെ ഇളകി വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ കപ്പ് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. തൈ നട്ടതിനു ശേഷം കരിയില വെച്ച് നന്നായി പൊതയിട്ട് കൊടുക്കുക. ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണിത്. അഴുകുന്ന ഇലകൾ വേണം പൊതയായി ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് കട്ടി കൂടിയ ഇലകൾ പൊതയായി ഇട്ട് കൊടുക്കരുത്. ശീമക്കൊന്നയുടെ ഇലയോ മുരിങ്ങയുടെ ഇലയോ ഒക്കെ പൊതയിടാൻ വളരെ നല്ലതാണ്. അതൊന്നും ഇല്ല എങ്കിൽ പെട്ടെന്ന് അഴുകുന്ന ഇലകൾ വെച്ച് പൊതയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രോ ബാഗ് നിറച്ചു നോക്കുക. അതുപോലെ തന്നെ നല്ല ഇനം വിത്തുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ അനുഗ്രഹ സീഡ്സ് വേൾഡ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.